നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിന്റെ ഗുണം ബിജെപിക്ക് കേരളത്തിലുണ്ടാകും. പത്മജയുടെ തീരുമാനം ദൗർഭാഗ്യകരമെന്ന് കെ മുരളീധരൻ എം പി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവം രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗിക്കുകയാണ് കോൺഗ്രസ് എന്ന് LDF. MK രാഘവൻ MP നയിക്കുന്ന ജനഹൃദയ യാത്ര ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി. ശിവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ. രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. പത്മജയുടെ തീരുമാനം ദൗർഭാഗ്യകരമെന്ന് കെ മുരളീധരൻ MP. കോൺഗ്രസ് പാർട്ടി ഏറെ പരിഗണന പത്മജയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ പത്മജ പ്രതികരിക്കുന്നത്. ചില വ്യക്തികൾ കാലുവാരിയാൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും മുരളീധരൻ MP കോഴിക്കോട്ട് പറഞ്ഞു. അങ്ങേ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസമാണ്. സഹോദരി BJPയിലേക്ക് പോകുന്ന ഒരു വാർത്ത അങ്ങ് ഞെട്ടലോടെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു തീരുമാനം പത്മജയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തത്. കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്തതാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യം. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യം തളരില്ല. ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും. പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിലുണ്ടാകും. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും. യാതൊരു സംശയവുമില്ല. അതിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗിക്കുകയാണ് കോൺഗ്രസ് എന്ന് LDF. കോൺഗ്രസിന്റെ ഈ നിലപാട് അപലപനീയമാണെന്നും CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞു. എത്രത്തോളം തരം താഴാമെന്ന് ഇവിടെ കോൺഗ്രസ് തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കേന്ദ്ര വന നിയമത്തിലെ വ്യവസ്ഥകൾ. ഇന്ത്യൻ പാർലമെന്റ് നേരത്തെ പാസാക്കിയ കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥകൾ വന്യമൃഗങ്ങളെ, മനുഷ്യരെ ദ്രോഹിക്കുന്ന ഈ ഇത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അനുമതി നൽകുന്നില്ല. അതാണ് ആ കേന്ദ്ര നിയമമാണ് അതിലിപ്പോൾ തടസ്സം നിൽക്കുന്നത്. ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന്, ഇതിനനുസൃതമായ ജനങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്താൻ പറ്റുന്ന വിധത്തിൽ ആ നിയമത്തിൽ ഭേദഗതി ഉണ്ടാവണം എന്ന് കേരള സർക്കാർ ആവർത്തിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവം വഴിതിരിച്ചുവിടാൻ MK രാഘവൻ MP ശ്രമിക്കുകയാണെന്ന് LDF ആരോപിച്ചു. മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തണമെങ്കിൽ കുടുംബാംഗങ്ങൾ മോർച്ചറിയിലെത്തി തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ കുടുംബാംഗങ്ങളെ കോൺഗ്രസ് വഴിയിൽ തടഞ്ഞതായി CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ ആരോപിച്ചു. കേന്ദ്ര വന നിയമത്തിലെ വ്യവസ്ഥകൾ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകുന്നില്ല. ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ലെന്നും, വയനാട്ടിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ കർഷകർ മരിച്ച സംഭവങ്ങളുണ്ടായിട്ടും വയനാട് MP സംഭവത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് പറഞ്ഞു. മൃതദേഹം മുന്നിൽ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന MK രാഘവന്റെ രാഷ്ട്രീയ പ്രചരണം ജനങ്ങൾ തള്ളിക്കളയുമെന്നും LDF ഭാരവാഹികൾ പറഞ്ഞു. മരിച്ച എബ്രഹാമിന്റെ ആശ്രിതർക്കുള്ള
ആശ്വാസധനമായ 10 ലക്ഷം രൂപ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ കൈമാറും. അതിനുള്ള നടപടി കൈക്കൊള്ളുന്നതിനിടയിലാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ MK രാഘവൻ MPയും സംഘവും രംഗത്ത് വന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MK രാഘവൻ MP നയിക്കുന്ന ജനഹൃദയ യാത്ര ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം യാത്ര രാമനാട്ടുകരയിൽ സമാപിച്ചു. സമാപന പരിപാടി മുസ്ലിം ലീഗ് നേതാവ് MC മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂരിൽ നിന്നും ആരംഭിച്ച യാത്ര കല്ലിങ്ങൽ, നടുവട്ടം, മാത്തോട്ടം, നല്ലളം, കുണ്ടായിത്തോട്, മണ്ണൂർ വളവ്, ചാലിയം, കരുവൻതുരുത്തി, ഫറൂഖ്, പെരുമുഖം, കള്ളിവളവ്, പരുത്തിപ്പാറ, ഫറൂഖ് കോളേജ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം രാമനാട്ടുകര അങ്ങാടിയിൽ സമാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ UDF ചെയർമാൻ MI മുഹമ്മദ് ഹാജി അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP, KPCC അംഗം MP ആദം മുൽസി, P കുഞ്ഞുമൊയ്തീൻ, രമേശ് നമ്പിയത്ത്, രാജീവ് തിരുവച്ചിറ, AM അനിൽകുമാർ, K സുരേഷ്, M അഹമ്മദ് കോയ, TK അബ്ദുൽ ഗഫൂർ, C നൌഫൽ, N രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബേപ്പൂർ പോർട്ടിന്റെ അടുത്ത ലക്ഷ്യം വളരെ പ്രധാനമായി ഒന്ന് എയിംസ് ആണ്, രണ്ട് ബേപ്പൂർ പോർട്ടിന്റെ അപ്ഗ്രഡേഷനാണ്, ബേപ്പൂർ പോർട്ട് ഉയർത്തുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 3 തവണ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട്, സഹായം കൊണ്ട് ഇവിടെ ജയിക്കാൻ സാധിച്ചു. 3 തവണ MP ആകാൻ സാധിച്ചു. ഇവിടെ നമ്മുടെ രാജ്യത്ത് 24 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിർണായകമാണ്. നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനാധിപത്യ മതേതര സർക്കാരിന് വേണ്ടി ആരംഭിച്ച ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമുണ്ട്. ആ പോരാട്ടം വിജയിപ്പിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി കാര്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലം വീണ്ടും UDFന്റെ കയ്യിൽ തന്നെ നിലനിർത്താനുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാമനാട്ടുകരയിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ MC മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനഹൃദയ യാത്ര കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലും പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ തുടരുന്നു. മനസ്സിൽ ശിവഭക്തി നിറയ്ക്കുന്ന കലാപരിപാടികൾക്കും ചടങ്ങുകൾക്കുമാണ് ക്ഷേത്ര പരിസരം സാക്ഷ്യം വഹിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പ്രാദേശിക കലാകാരന്മാരാണ് വേദിയിലെത്തിയത്. ശിവഭക്തർക്കേറെ പ്രധാനപ്പെട്ട ഉത്സവമാണ് മഹാശിവരാത്രി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവം പ്രസിദ്ധമാണ്. 8 ദിവസത്തെ ഉത്സവ ദിനങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും ഭഗവാന് നൽകുന്നതോടൊപ്പം ഭക്തരുടെ കലാപ്രകടനങ്ങളും ക്ഷേത്രമുറ്റത്ത് അരങ്ങേറി. ഉത്സവ ദിനങ്ങളിൽ പ്രാദേശികമായ 400ഓളം കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. ഭക്തി നിറയുന്ന കോലാട്ടമാണ് മാനവേദ ടീം അവതരിപ്പിച്ചത്. സുമിത ശങ്കർ, മഞ്ജു ശ്രീനിവാസ്, സൗമ്യ പ്രജി, ജീജ സുനിൽ, ശ്രീജ സതീഷ്, മീര റാം, രമ സുനിൽ, മഞ്ജു ശ്യാം, ജയ മുരളി, ദീപ അനിൽ, നിതാര മോൾ എന്നിവർ കോലാട്ടത്തിൽ പങ്കെടുത്തു. ഉത്സവവേദിയിൽ നാടൻ പാട്ടുകൾ പാടി പ്രണവം ശശി ആസ്വാദകരുടെ മനം കവർന്നു. കോഴിക്കോട് നഗരത്തിലെയും സമീപത്തുമുള്ള 70 പ്രാദേശിക കലാസംഘങ്ങളിലെ കലാകാരന്മാർ ഉത്സവവേദിയിൽ കലാപരിപാടികളുമായെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി,
VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗാലറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ എരവത്തുകുന്ന് മലയത്തേവർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ബ്രഹ്മശ്രീ പടേരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആഘോഷപരവും പ്രത്യേക പൂജകളും കലാപരിപാടികളുമാണ് ശിവരാത്രി നാളിൽ നടക്കുക. അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി മലയത്തേവർ ശിവക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പാർത്ഥസാരഥി മാതൃസമിതി നാരായണീയം പാരായണം ചെയ്തു. ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. 3 ദിവസത്തെ ഉത്സവം അവിടെ. കുറേ കാലം ക്ഷേത്രത്തിൻ്റെ പണിയായിട്ട് ഉത്സവം നടത്താതിരുന്നതിന് അപ്പം പൂജാതി കർമ്മങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ പാർത്ഥസാരഥി നിന്നാണ് സ്ഥിരമായിട്ട് വരവ്. പാർത്ഥസാരഥി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ദിവസമാണ് അന്നദാനം ഉണ്ടാവുക. കാരണം വെച്ചാൽ ഒല്ലൂർ അമ്പലത്തിൽ എന്നാണോ അന്നദാനം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ അന്നദാനം നടത്തുക. കാരണം രണ്ടും അടുത്ത ക്ഷേത്രങ്ങളായതുകൊണ്ട് എല്ലാവിധ ആളുകൾക്കും പങ്കെടുക്കാനും ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ കമ്മിറ്റി ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. കാരണം ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡല്ല, ഒരു പ്രാദേശിക കമ്മിറ്റിയാണ്. പ്രാദേശിക ഈ ചുറ്റുപാടുള്ള ആളുകൾ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയിട്ട് ഒരു കമ്മിറ്റിയാണ്. അത് വലിയ ആളുകളൊന്നും വലിയ സ്പോൺസറൊന്നും തരാനില്ല. ഇവിടെ ഈ മേഖലയിലുള്ള പാവപ്പെട്ട ആളുകളെ എല്ലാ ആളുകളെയും സംഭാവന കൊണ്ട് ഉണ്ടാക്കിയാണ് ഈ ക്ഷേത്രം അത്രയും. വൈകിട്ട് നടന്ന ദീപാരാധനയ്ക്ക് ശേഷം വേദിയിൽ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഹാശിവരാത്രി മഹോത്സവ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നന്മയുടെ വനിതാ വിഭാഗം മഹിളാ ദിനാചരണം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് PM ആതിര ഉദ്ഘാടനം ചെയ്തു. വനിതകളെ ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയും നടന്നു. നന്മ സർഗ വനിതാ ഭാരവാഹികൾ നേതൃത്വം നൽകി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വനിതാ വിഭാഗം സാർവദേശീയ മഹിളാ ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സാംസ്കാരിക പ്രവർത്തക അഡ്വക്കേറ്റ് PM ആതിര ഉദ്ഘാടനം ചെയ്തു. രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിയുന്ന സമയത്തും വളരെ വൈകിയായിട്ടാണ് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടായതെങ്കിലും ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഈ നിയമം കരുത്തു പകരണം എന്നുള്ള രീതിയിൽ അതിന്റെ നടപ്പിലാക്കൽ സംവിധാനങ്ങൾ പോലും പരാജയപ്പെട്ടു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങളൊക്കെ ഓരോ തൊഴിലിടത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. തൊഴിലിടത്തെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കുന്ന നിയമം ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞത് 10 പേര് ജോലി ചെയ്യുന്ന ഏതൊരു സ്ഥലത്തായാലും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികൾ വേണമെന്നാണ് പറഞ്ഞത്. 10 സ്ത്രീകൾ വേണ്ട, 10 പേര് ജോലി ചെയ്യുന്ന അതിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവിടെ. സർഗവനിതാ ജില്ലാ പ്രസിഡന്റ് ഷേർലി പ്രമോദ് അധ്യക്ഷയായിരുന്നു. ഡോക്ടർ മിനി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സുശീല ഗോവിന്ദൻകുട്ടി, സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി, സംസ്ഥാന ട്രഷറർ അജിത നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗായിക പ്രേമ, എഴുത്തുകാരി മൃദുല മനോമോഹൻ എന്നിവരെ ആദരിച്ചു. വിവിധ അവാർഡുകൾ ലഭിച്ച സാബി തെക്കേപ്പുറം, ഷിയ ഏഞ്ചൽ, ലതാ നാരായണൻ തുടങ്ങിയവർക്ക് ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് 1-ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ 9613133900 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അലുമിനി മീറ്റിൽ പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട്
ഒരു മെഗാ അലൂമിനി മീറ്റ് മെയ് 1 നടത്തുകയാണ്. കാരണം ആർട്സ് കോളേജ് എന്ന് പറയുന്നത് മലബാറിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് 1964 സ്ഥാപിതമായ ഒരു സർക്കാർ കലാലയമാണ്. അവിടെ പഠിച്ചിറങ്ങിപ്പോയി ലോകത്തിന്റെ, ശരിക്കും അങ്ങനെയാണ് പറയേണ്ടത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന നിരവധിയായ വിദ്യാർത്ഥി സമ്പത്ത് നമ്മുടെ കോളേജിനുണ്ട്. പക്ഷെ അവരെല്ലാവരെയും ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് കോളേജിന്റെ ഒരു ഭൗതിക പുരോഗതിക്കും എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും അതോടൊപ്പം തന്നെ മലബാറിന്റെ ഒരു സാമൂഹ്യ പുരോഗതിക്കുമായി ഉപയോഗിക്കുക എന്നതാണ് ഈ മെഗാ അലൂമിനി മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ വിപുലപ്പെടുത്തി അവരെ കോളേജിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുകയാണ് മെഗാ ആലുമിനി മീറ്റിന്റെ ലക്ഷ്യമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ആലുമിനി മീറ്റ് വിജയിപ്പിക്കുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡാറ്റാബേസ് ആവശ്യമാണെന്നും ഇതിനായി എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഗൂഗിൾ ഫോം ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് 1 പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം കോളേജിൽ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിയ പി, OSA ജനറൽ സെക്രട്ടറി ഹരിദാസൻ പാലയിൽ, മെഗാ ആലുമിനി മീറ്റ് ജനറൽ കൺവീനർ പ്രഭാകരൻ PM തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ വാർഷിക കൺവെൻഷൻ മാർച്ച് 9-നും 10-നും മലബാർ പാലസിൽ നടക്കും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. മാർച്ച് 9-10 തീയതികളിൽ കോഴിക്കോട് മാനുവൽ സൺസ് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ചാണ് നടത്തുന്നത്. ഇതിൽ ടെക്നിക്കൽ സെഷൻസ് നമ്മുടെ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെയുള്ള മാനേജ്മെന്റ് എക്സ്പേർട്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ കൺവെൻഷൻ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള വാർഷിക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഡിപ്ലോമാറ്റും മുൻ UAE സ്ഥാനപതിയുമായ ശ്രീ TP സീതാറാം, കോഴിക്കോട് ജില്ലാ കളക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് IAS, മണപ്പുറം ഫിനാൻസിന്റെ MDയും CEOയുമായ ശ്രീ VP നന്ദകുമാർ എന്നിവർ മുഖ്യ അതിഥികളായി ഉദ്ഘാടന വേളയിൽ സംസാരിക്കും. മാർച്ച് 10-ന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഗ്രന്ഥകാരനും പ്രഭാഷകനും അധ്യാപകനും കൂടാതെ മാനേജ്മെന്റ് എക്സ്പേർട്ടുമായ ശ്രീ CA പട്ടാഭി രാമൻ V, ചെന്നൈ ആണ് ആദ്യത്തെ സ്പീക്കറായി വരുന്നത്. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ 27ാമത് വാർഷിക മാനേജ്മെന്റ് കൺവെൻഷൻ മാർച്ച് 9-10 തീയതികളിൽ കോഴിക്കോട് മാനുവൽ സൺസ് മലബാർ പാലസിൽ വെച്ച് നടക്കും. പുതുയുഗ ഭാരതത്തിലെ മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന വിഷയത്തിലാണ് കൺവെൻഷൻ നടക്കുക. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മുൻ UAE സ്ഥാനപതി TP സീതാറാം, കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS, മണപ്പുറം ഫൈനാൻസിംഗ് MD VP നന്ദകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂൾ 117ാം വാർഷികം ആഘോഷിച്ചു. ധോനി 2K24 എന്ന ആഘോഷ പരിപാടി നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂൾ 117ാം വാർഷികാഘോഷം ധോനി 2K24 നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷയും 50ാം വാർഡ് കൗൺസിലറുമായ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകളും വാർഡിലുമൊക്കെ എല്ലാ കോർപ്പറേഷന്റെ മുഴുവൻ പ്രദേശത്തും നല്ല രീതിയിലുള്ള മാലിന്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിൽ നമ്മുടെ GUPS നടുവട്ടം 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. PTA പ്രസിഡന്റ് രാജേഷ് P അധ്യക്ഷനായിരുന്നു. ഏഷ്യാനെറ്റ് ജൂനിയർ സ്റ്റാർ സിംഗർ ഫെയിം കുമാരി വൈഗ സുധീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹെഡ്മാസ്റ്റർ മനോജ് കുമാർ AM, കൗൺസിലർമാരായ M ഗിരിജ, K രാജീവ്, ഫറൂഖ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MT കുഞ്ഞുമൊയ്തീൻകുട്ടി, URC സൗത്ത് BPC പ്രവീൺ കുമാർ, റിട്ടയർഡ് പ്രിവന്റീവ് ഓഫീസർ ജനാർദ്ദനൻ K, ഐശ്വര്യ റെസിഡൻസ് ഭാരവാഹി അരവിന്ദാക്ഷൻ, SMC ചെയർപേഴ്സൺ ബബിത KP തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഓൾ ഇന്ത്യ ഹിന്ദുസ്ഥാൻ കോൺഗ്രസ് പാർട്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നേരിന്റെ രാഷ്ട്രീയം, ജനതയുടെ രാഷ്ട്രീയം, അഴിമതിരഹിത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ്
തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട്, വടകര, വയനാട് 3 മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്. കോഴിക്കോട് പ്രതീഷ് കമ്മന ആണ് മത്സരിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. വടകര ഷാജി ടി ചാവഞ്ഞൂര്, അദ്ദേഹം പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. വയനാട് മത്സരിക്കുന്ന ഷിജു തോമസ്, അദ്ദേഹം വയനാട് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്. കേരളത്തിലെ 3 പാർലമെന്റ് സീറ്റുകളിൽ ഓൾ ഇന്ത്യ ഹിന്ദുസ്ഥാൻ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പ്രജീഷ് കമ്മന കോഴിക്കോട്, ഷാജി ടി വടകര, ഷിജു തോമസ് വയനാട് എന്നിവരാണ് സ്ഥാനാർത്ഥികളെന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് ഷാഹിന KC, ജനറൽ സെക്രട്ടറി പ്രഷീബ്, ജില്ലാ സെക്രട്ടറി ഷാജി ടി തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമസ്ത കേരള ജമയത്തുൽ ഉലമ ഉപാധ്യക്ഷനും മർക്കസ് പ്രസിഡന്റുമായ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ ജീവചരിത്രം സൗമ്യനായ സയ്യിദ് മാർച്ച് 8 പ്രകാശനം ചെയ്യും. ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം കോഴിക്കോട് KP കേശവ മേനോൻ ഹാളിലാണ് നടക്കുക. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രകാശനം നിർവഹിക്കും. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി, MK രാഘവൻ MP, എളമരം കരീം MP, SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം ഹസ്ഹരി, SSF സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സഖാഫി കടവത്തൂർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുമെന്നും സൈൻ ബാഫക്കി കൊയിലാണ്ടി, മുല്ലക്കോയത്തങ്ങൾ, അഫ്സൽ മാസ്റ്റർ കൊളാരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തളി ഭഗവാനെ കുറിച്ചുള്ള ഗീതങ്ങളാണ് ശക്തി പഞ്ചാക്ഷരി. രാജീവ് മാരാരുടെ വരികൾക്ക് സംഗീതവും ഓർക്കസ്ട്രേഷനും മുരളി രാമനാട്ടുകര നിർവഹിച്ചിരിക്കുന്നു. ഗായകരായ ഉണ്ണി മേനോൻ, ചെങ്ങന്നൂർ ശ്രീകുമാർ, ഡോക്ടർ ശൈലേന്ദ്രവർമ്മ, രശ്മി രാമചന്ദ്രൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA പ്രകാശനം ചെയ്തു. തളി ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രകാശന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഗോവിന്ദ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു. മാർച്ച് 8 വനിതാ ദിനത്തിൽ നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാവാട പ്രദർശിപ്പിക്കും. MK രാഘവൻ MPയും മേയർ ഡോക്ടർ ബീന ഫിലിപ്പും പങ്കെടുക്കും. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഷമീന ശശികുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്മജി എടുത്തുകൊണ്ട് കാൽ കാശിന്റെ ഗുണം BJPക്ക് കേരളത്തിലുണ്ടാകും. പത്മജിയുടെ തീരുമാനം ദൗർഭാഗ്യകരമെന്ന് K മുരളീധരൻ MP. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവം രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗിക്കുകയാണ് കോൺഗ്രസ് എന്ന് LDF. MK രാഘവൻ MP നയിക്കുന്ന ജനഹൃദയ യാത്ര ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി. ശിവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.